കുളി കഴിഞ്ഞപ്പോഴത്തേക്കും മോളുടെ ക്ഷീണമൊക്കെ മാറിയല്ലോ. അല്ലെങ്കിൽ ആശുപത്രിയിൽ ഒന്ന് കയറി കഴിഞ്ഞാ പിന്നെ മനുഷ്യൻ വല്ലാത്തൊരു കോലായിപ്പോവും. ദാ ഈ ചായ കുടി. ഈ പൊട്ട് മോൾക്ക് നന്നായിട്ട് ചേരുന്നുണ്ട്. ഇവിടെ വേറെ കുറച്ച് ചെറിയ പൊട്ടുകൾ ഉണ്ടായിരുന്നു, അതൊന്നും ഇപ്പൊ കാണുന്നില്ല. മോക്കല്ലെങ്കിലും എന്നും ചെറിയ പൊട്ടുകളോടായിരുന്നല്ലോ ഇഷ്ടം. മോൾക്ക് ഓർമ്മയുണ്ടോ ആദ്യമായിട്ട് അമ്മ മോളെ കാണാൻ വന്നത്? കറുത്ത നിറമുള്ള ചെറിയ പൊട്ടുകളുള്ള ഒരു വെളുത്ത പാവാടയും ബ്ലൗസും ആയിരുന്നു അന്ന് മോളിട്ടിരുന്നത്. അതിന് ചേരുന്ന ഒരു ചെറിയ കറുത്ത പൊട്ട് നെറ്റിയിലുണ്ടായിരുന്നു. ഞാനതൊന്നും ഓർക്കുന്നില്ല. അമ്മ ഇപ്പോഴും ആ പാവാടയും ബ്ലൗസും പൊട്ടും ഒക്കെ ഓർത്തിരിക്കുവാണോ? ഞാനതൊക്കെ എന്നേ മറന്നു. അല്ലെങ്കിൽ തന്നെ നിനക്ക് ഈ വീട്ടിലെ എന്ത് കാര്യം ഓർമ്മയുള്ളത്? പക്ഷേ ഇവളുടെയും ഗോകുലിന്റെയും എല്ലാ കാര്യങ്ങളും എനിക്ക് ഓർമ്മയുണ്ട്. ഗൗരിമോളുടെ ജനനത്തോടു കൂടിയല്ലേ കാര്യങ്ങളൊക്കെ മാറി മറിഞ്ഞത്. ശരിക്കും എന്താ സംഭവിച്ചേ? ഗൗരിമോളുടെ ഡെലിവറി എനിക്ക് അത്രയ്ക്ക് ക്രിട്ടിക്കലായിരുന്നു. ആണോന്നോ? ഗൗരിമോളെ പ്രഗ്നന്റ് ആയത് മുതൽ പ്രശ്നങ്ങളായിരുന്നു. ഗർഭിണിയായതിന്റെ പിറ്റേ ആഴ്ച മുതല് ഛർദില് തുടങ്ങി. ഒരു തരി ആഹാരം വായിലേക്ക് കൊണ്ടുചെല്ലാൻ പറ്റില്ല, അപ്പൊ തന്നെ അത് ഛർദിക്കും. പിന്നെ തലകറക്കം, ക്ഷീണം, ഹോർമോണിന്റെ പ്രശ്നങ്ങൾ, അതും കൂടാതെ പേടി, എല്ലാം കൂടെ ചേർന്ന് ഞങ്ങളെല്ലാം നീ വട്ടം കറക്കി കളഞ്ഞു. ഇതൊക്കെ ശരിക്കും ഉണ്ടായതാണോ? ആ, അത് കൊള്ളാം. ഒന്നും ഓർമ്മയില്ലല്ലേ? ഓവർ ടെൻഷനും ഉറക്കമില്ലായ്മയും ശ്വാസമുട്ടലും പ്രസവ സമയത്ത് ഇതെല്ലാം ഉണ്ടായിരുന്നു. ഞങ്ങളെല്ലാം ആകെ പേടിച്ചുപോയി. കുഞ്ഞ് ജനിച്ച ശേഷം കുറച്ചു നാൾ വരെ അതിന്റെ അസ്വസ്ഥത ഉണ്ടായിരുന്നു. പിന്നീട് അതങ്ങ് മാറി.